ക്ലീറ്റോ അവിടെ നിന്ന് ക്ലീറ്റോ, ഞാൻ അങ്ങോട്ട് വരാൻ വേണ്ടി ഇരുന്നതാ. എന്തായാലും തന്നെ കണ്ടത് നന്നായി. ഇയാള് ചട്ടി ഒരു ആരാന്ന് അറിയണ്ടേ? ഓ താനായിരുന്നോ? അതിന്റെ ട്രാൻസ്ഫറിന്റെ കാര്യം വല്ലതും ആണോ? ട്രാൻസ്ഫർ ഒന്നുമല്ല, ഇത് കനകന് കൊടുത്ത ഓഫീസിൽ നിന്നതാ. കനകനുള്ളത് കനകന്, ക്ലീറ്റോയ്ക്കുള്ളത് ക്ലീറ്റോയ്ക്ക്. എനിക്ക് സൗകര്യമില്ല, ഇയാൾ കൊണ്ടുപോയി കൊടുത്തേരെ. എന്റെ ക്ലീറ്റോ ഇത് ട്രെയിനിങ്ങിനുള്ളതാ. ട്രെയിനിങ്ങിന് ആർക്ക്? കനകന്. എവിടെ? മൂലമറ്റ. ഇത് ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം, നീ വിട്ടോ. എന്റെ പുന്നാര എളിയൻ എവിടെ എത്തിയെന്നാ വിളിച്ചു പറഞ്ഞേ? ബസ് സ്റ്റാൻഡിലെത്തി, സ്കൂട്ടർ എടുത്തോണ്ട് വരുമെന്നാ പറഞ്ഞേ. അയ്യോ ഇനിയിപ്പൊ ഇനി വരുമല്ലോ, സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പൊക്കെ കഴിഞ്ഞോ? പെരുന്നതിൽ എണ്ണ അടിക്കല്ലേ ക്ലീറ്റസ്, എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാതിരിക്കുകയാണ് ഞാൻ. ഞാൻ എണ്ണ അല്ല പെട്രോൾ കിട്ടുമെങ്കിൽ ഞാൻ പെട്രോൾ വാങ്ങിച്ചു ഒഴിക്കും. അങ്ങനെയാണ് അവൻ എന്നെ പറഞ്ഞിട്ടുള്ളത്. വരട്ടെ ഹരിചന്ദ്രൻ, ഞാൻ കൊള്ളരുതാത്തവൻ, കള്ളൻ, ജോലിക്ക് പോവാത്തവൻ. നിന്നോട് ഞാൻ പറഞ്ഞപ്പോ നീ എന്തോടി പറഞ്ഞേ? നീ എന്തിനാ അവളായിട്ട് തല്ലുന്നത്? അതെ, ഒന്ന് അന്വേഷിച്ചിട്ട് വരാന്ന് പറഞ്ഞപ്പോ എവിടെ എവിടെ കത്തിയെടുത്തിന് ഓടിച്ചു. എനിക്ക് അമ്മേനോട് പറയാനുള്ളത്, ഇത്ര നേരം മോൻ മതിയായിരുന്നല്ലോ, എന്നെ കുറ്റം പറഞ്ഞോണ്ടിരിക്കായിരുന്നല്ലോ. ഞാൻ അറിഞ്ഞാ നാത്തൂന് ഇങ്ങനെ വഴക്കിടല്ലേ? ചുമ്മാ ഈ സമയത്ത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വന്നു കഴിഞ്ഞാൽ ആരും ഒന്നും മിണ്ടണ്ട, ഞാൻ ചോദിച്ചോളാം. നീ ചോദിച്ചു ബാക്കിയായി, ചോദിച്ച് ഈ നിലക്ക് കൊണ്ടെന്ന് എത്തിച്ചല്ലോ. ആ കല്യാണം എന്ന് കഴിഞ്ഞ അന്ന് ആ ചെറുക്കൻ ചീത്തായതാ. വണ്ടി വേഗം കിട്ടിയോണ്ടേ, വണ്ടി സമയത്ത് കിട്ടിയോണ്ടാണ് വേഗം വരാൻ പറ്റിയത്. വരുന്നുണ്ട് എന്റെ മുന്നാര അളിയൻ. വാ വാ. എങ്ങനെ ഉണ്ടായിരുന്നു? ഓ നന്നായിരുന്നു, കുഴപ്പമില്ല. ആണോ? ഭക്ഷണമൊക്കെ കഴിച്ചോ? ഭക്ഷണം കഴിക്കൂലേ? അല്ല, ഏട്ടനായതുകൊണ്ട് സങ്കടം വന്നാ അവിടെ ചെന്നിട്ട്. അതൊന്നുമില്ല, നീ ചൂടുവെള്ളം ഉണ്ടാക്കി മറക്കുന്ന ഇപ്പൊ ശീലായി. എന്താ എല്ലാരും ഉണ്ടല്ലോ? അല്ല, ഏട്ടൻ കുറച്ചു ദിവസം ഇവിടെ ഇല്ലായിരുന്നല്ലോ, അപ്പൊ ഏട്ടനെ കാണാൻ വേണ്ടിട്ട് എല്ലാരും വെയിറ്റ് ചെയ്യുമായിരുന്നു. അമ്മ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ? ഒരു കുഴപ്പമില്ല, നിനക്ക് കുഴപ്പമൊന്നും വന്നില്ലല്ലോ? എനിക്കെന്താ കുഴപ്പം? പനി ജലദോഷം ഒന്നുമില്ല അമ്മ. എന്താ ട്രെയിനിങ് അറിയാമോ? ഒരുപാട് ട്രെയിനിങ്ങിന് പോയിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു ട്രെയിനിങ് ആദ്യമാണ്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എങ്ങനെ ഓഫീസിൽ പെരുമാറണം, എങ്ങനെ പൊതുസമൂഹത്തോട് പെരുമാറണം എന്നൊക്കെ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിച്ചു തരല്ലേ. അല്ല, അതൊക്കെ നിന്നെ ആരും പ്രത്യേകം പഠിപ്പിക്കണ്ടല്ലോ, എല്ലാം നന്നായിട്ട് അറിയാലോ പെരുമാറണം. അല്ല, എന്നാലും അങ്ങനെയല്ല തങ്കം. നമ്മളൊരു ക്ലാസ്സിൽ ഇരിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവും. അത്ര നല്ല ക്ലാസ് ആയിരുന്നു. അല്ലടിയാ, നിന്നെ ആരെയും ഇങ്ങോട്ട് വിളിച്ച്? നിന്നെ ആരെയും ഇങ്ങോട്ട് വിളിച്ചത്? നിന്നോട് ഇവിടെ ഇങ്ങോട്ട് കയറരുത് ഞാൻ പറഞ്ഞല്ലേ? അതെ, നടക്കാൻ പാടില്ലാത്ത പലതും ഇപ്പൊ ഇവിടെ നടക്കാൻ പോവല്ലേ. അപ്പൊ അതൊക്കെ ഒന്ന് കാണാലോ എന്ന് കരുതി ഈ പാവപ്പെട്ട അങ്ങോട്ട് വന്നതാ. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ ഭാര്യയോടും അമ്മയോടും ഒക്കെ എങ്ങനെ പെരുമാറണമെന്ന് ട്രെയിനിങ്ങിൽ പഠിപ്പിച്ചു തന്നായിരുന്നോ? അതിന് ഇവിടെ എന്തിനാ ട്രെയിനിങ്? അത് ഞങ്ങൾക്ക് അറിയാലോ. അത് കോമൺ സെൻസ് ഉള്ള ആർക്കും മനസ്സിലാവും. ഏട്ടാ, നീ അങ്ങനെ അവനൊന്നും പറയൊന്നും വേണ്ട. എന്റെ മോളെ കെട്ടിയോന്നല്ലേ, അവൻ അവിടെ നിന്ന് പറയട്ടെ. അല്ല ഏട്ടാ, അതൊക്കെ പോട്ടെ, വേറെന്തൊക്കെയാ വിശേഷം? തണുപ്പൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? തണുപ്പ് നല്ല തണുപ്പായിരുന്നു. അയ്യോ, തണുത്ത വെള്ളത്തിൽ അമ്മ വിരലങ്ങ് വെച്ച് കഴിഞ്ഞാൽ മുറിഞ്ഞങ്ങ് പോകും, അമ്മാതിരി തണുപ്പ്. ഞങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ നമ്മൾ ആ ചൂടുവെള്ളം ഉണ്ടാക്കില്ലേ, ആ ചൂടുവെള്ളത്തിലല്ല ട്രെയിനിങ്, അത് ഗംഭീരായി. പിന്നെ മത്തായി സാറ് കംപ്ലീറ്റ് പോയപ്പോ തന്നു. ട്രെയിനിങ് ഉണ്ടോ? ഇനിയില്ല, ഇനിയിപ്പോ ഒരു കൊല്ലമൊക്കെ കഴിയും. ആള് ഗൾഫിൽ പോയില്ലേ? ലീവ് എടുത്തിട്ട് ഗൾഫിൽ പോയി. ഞങ്ങൾക്ക് ഇല്ല ഇനി. ഇല്ലല്ലേ? അതെല്ലാം പഠിപ്പിച്ചു വിട്ടു. അതെ. അല്ല ഏട്ടാ, അപ്പൊ നാളത്തെ ട്രെയിനിങ്ങിന് ആര് പോവും? നാളെ എന്ത് ട്രെയിനിങ്? നാളെ ട്രെയിനിങ് ഒന്നും ഇല്ലല്ലോ. ട്രെയിനിങ് ഉണ്ട്, പക്ഷെ നമുക്ക് പോകണ്ടായിനി. അപ്പൊ നിങ്ങൾക്ക് ഇനി പോണ്ടല്ലേ? ഞങ്ങളെ കഴിഞ്ഞ് ഇവര് ട്രെയിനിങ്ങിനൊക്കെ പോയി എല്ലാം പഠിച്ച് മിടുക്കന്മാരായിട്ട് വന്നൊക്കെയല്ലയോ. ഇനി വേറെ ബാച്ചാണ്, അവർക്ക് പോയാൽ മതി. അതിന് അടുത്ത വർഷമേ ഉള്ളൂ. അതെ, അത് മത്തായി സാറ് ലീവ് എടുത്ത് ലീവ് എടുത്ത് ഗൾഫിൽ പോയില്ലേ? ഇല്ല, അതാണ് ഞങ്ങളെ ഇപ്പൊ ആദ്യം പെടുത്തിയത്. ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് എല്ലാം പഠിച്ചു വന്നിട്ടില്ലേ? അപ്പൊ ഏട്ടന്റെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞോ? നല്ല ക്യാമ്പിന്റെ ആളായിട്ട് അവാർഡും കിട്ടി, പിന്നെ ട്രോഫിയൊക്കെ ഉണ്ട്. അതെ, ഇനി കുറച്ചു നേരം ഒന്നും മിണ്ടാതെ നിക്കാവോ? ഞാൻ ഏട്ടനോടൊന്ന് വിശേഷം ചോദിക്കട്ടെ കേട്ടാ.
ഏട്ടാ ഏട്ടന് എവിടെയായിരുന്നു ഈ 3 ദിവസം? അത് മൂന്നാറില്. മൂലമറ്റത്ത്. എവിടെയായിരുന്നു ഒന്ന് ഉറപ്പിച്ച് പറ. മൂലമറ്റത്ത് ക്യാമ്പില്. എന്ത് ക്യാമ്പില്? ഈ ഞങ്ങളുടെ ട്രെയിനിങ് ഇല്ലേ? എന്ത് ട്രെയിനിങ്? ഞങ്ങളുടെ KCB ട്രെയിനിങ്. അപ്പൊ പിന്നെ നാളത്തെ ട്രെയിനിങ്ങിന് ആര് പോവും? നാളെ എന്ത് ട്രെയിനിങ്? ഏട്ടാ നിങ്ങൾ എന്നോട് നുണ പറയരുത്. എവിടായിരുന്നു സത്യം പറ. ഞാൻ സത്യം തന്നെയല്ലേ നിന്റെ അടുത്ത് പറയണത്. ഈ ഫോൺ എന്റെ കൈ തന്നിട്ട് പോയതാണോ? ആ. എന്താ എന്നെ വിളിക്കായിരുന്നേ? ഞാൻ വിളിച്ചല്ലോ. ആരെ വിളിച്ചു? ഞാൻ എത്രയോ പ്രാവശ്യം വിളിച്ചില്ലേ? റേഞ്ച് ഉണ്ടായില്ല. നിങ്ങളും മിണ്ടരുത്. നിനക്കിവിടെ റേഞ്ച് ഇല്ലായിട്ടാണ്. പിന്നെ ക്ലാസ്സിലാർന്നില്ലേ എപ്പോഴും. മിണ്ടരുതെന്ന് ഞാൻ പറഞ്ഞോ? അല്ല ഇത് ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മള് പണി പോകാതിരിക്കാൻ പോയതല്ലേ. ഏട്ടാ മുഖത്ത് നോക്കി നുണ പറയരുത് കേട്ടോ. ഞാൻ നിന്റെ മുഖത്ത് നോക്കി സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്റെ തലയെ തൊട്ട് സത്യം പറ. നിങ്ങൾ എവിടെയായിരുന്നു ഈ 3 ദിവസം? 3 ദിവസം മൂന്നാറില്. മൂലമറ്റം. നിങ്ങളോട് മിണ്ടരാണ്. നീ എന്തിനാ ഇങ്ങനെ? അമ്മേ പിന്നെ കള്ളം പറയാമേ. ഈ മനുഷ്യൻ ഒരു കാലത്ത് നന്നാൻ നീ പോണില്ല. എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പറയണത്? നിങ്ങൾ വിശ്വസിച്ചല്ലേ ഞാൻ ഇവിടെ ഇരുന്നത്? അമ്മ എന്താ ഇവിടെ ഇങ്ങനെയൊക്കെ പറയണത് അമ്മ? എന്തമ്മ ഇത്? പിടിക്കടാ എന്ത്? എടാ പിടിക്കാൻ വായിച്ചു നോക്ക്. വായിക്കടാ. ഇതെന്താ ഇത്? വായിച്ച് നോക്കങ്ങോട്ട്. ഇനി നിങ്ങളുടെ വേഷം കൊണ്ടൊന്നും ഇവിടെ നടക്കൂല. എന്താടാ എടാ മനസ്സിലാവുന്നില്ലേ? എന്താടാ നാം ഇറങ്ങി പോയോ നിന്റെ? ഇത്ര നേരം ചിലക്കായിരുന്നല്ലോ. ഈ ട്രെയിനിങ്ങിനാണോ നിങ്ങൾ പോയത്? ഇതാരോടെ കൊണ്ടുവന്നു? ഇയാളൊന്നും ഇങ്ങോട്ട് വന്നേ. അതെ അളയാ, ഇത് ഞാൻ എവിടെ കൊണ്ടുവന്ന് കൊടുത്തേ. നിങ്ങൾ ഈ ട്രെയിനിങ്ങിനാണോ പോയെന്ന്? ഇനിയെങ്കിലും ഒന്ന് സത്യം പറ മനുഷ്യ. മനുഷ്യനൊരു സ്വസ്ഥതയില്ലാതെ 3 ദിവസം ഇവിടെ ഇരുന്നറിയാമോ? നീ കരയണ്ട ജവന്തി. അതെ ഞാൻ എന്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചിട്ട് പോയതാണ്. അതൊന്നും പറഞ്ഞിട്ട് പോയാ നിങ്ങൾക്ക് എന്ത് പറ്റും? അത് പറഞ്ഞാ നിങ്ങൾ സമ്മതിക്കില്ലെന്ന് വിചാരിച്ചിട്ട്. എന്തൊക്കെ സമ്മതിക്കില്ലെന്ന് കേട്ടില്ല അമ്മ. പഠിച്ചിട്ട് പോയതാണ്. ഒരു ചെറിയ കള്ളം പറഞ്ഞാൽ ഇത്ര വലിയ പ്രശ്നം. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് അവനോട് നുണ പറയണ്ട. ഇനി മേലെ ഈ വീട്ടിൽ കണ്ടുപോയത് നിന്നെ. പോയിക്കോളാം. നീ കരയണ്ട. എന്തൊന്നും കരയണ്ട. എണീറ്റ് നിങ്ങള്. ബാക്കി നമുക്ക് മുറി ചെന്നിട്ട് പറയാം. എണീക്ക്. ഇങ്ങോട്ട് നടക്കാൻ കുട്ടിയൊന്നും വേണ്ട. അങ്ങോട്ട് നടക്കാൻ. പിന്നെ കണ്ണട. ഇനി ഈ വീട് കണ്ടുവരുന്നു. പൊക്കോളാം ഇങ്ങോട്ടെങ്കിലും. എല്ലാം പോടാ. അവളെന്റെ സ്വഭാവം അറിയില്ല. തക്കളി കൊച്ചു ഇതൊക്കെ കണ്ടല്ലേ വളരുന്ന കർത്താവേ. നേരത്തെ എന്താ അമ്മ പറഞ്ഞല്ലോ, പെറ്റ വയറിന് മക്കളെ അറിയാവുന്ന പോലെ വേറെ ആർക്കും അറിയില്ലെന്ന്. അതൊക്കെ പഴയ കാലം. മതി അമ്മേനെ കുറ്റം പറഞ്ഞത്. കനക ഇങ്ങോട്ട് വരാ. അങ്ങോട്ട് നിനക്ക് നാളെ ട്രെയിനിങ്ങിന് പോണ്ടേ? എന്നാ ഇപ്പൊ തന്നെ പോയിക്കോ. പിന്നെ ഒരു കാര്യം, ഇമാതിരിയാണ് നിന്റെ പോക്കെങ്കിൽ ട്രെയിനിങ് കഴിഞ്ഞ് ആ വഴി അങ്ങ് പോയിക്കോളണം. ഇങ്ങോട്ട് തിരിച്ചു വന്നേക്കരുത്. അതല്ല അമ്മ. പിന്നെ ഏതാണ്? അമ്മയും ജവന്തിയും പിരിഞ്ഞ് ഞാൻ എങ്ങനെ ട്രെയിനിങ്